ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് 2 ചേരുവകൾ വെച്ചിട്ട് കിടിലൻ രുചിയിലും വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ ഇനി ഒരു പലഹാരം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്നും ഇനിയിലേക്ക് എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്നും കൂടെ ഒന്ന് കണ്ടു നോക്കാം. സാധാരണക്കാരായിട്ടുള്ള ഏതൊരാളുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വറുത്ത അരിപ്പൊടി ആയാലും വറുക്കാത്ത അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ പൊടി കപ്പ് വെച്ചിട്ട് തന്നെ അളന്നെടുത്തോളണമെന്നൊന്നുമില്ല, വേറെ ഏതെങ്കിലും പാത്രം വെച്ചിട്ടും അളന്നെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വാട്ടിയെടുക്കുന്ന പോലെ നമുക്ക് ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ കരിഞ്ജീരകവും പിന്നെ നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പൊടിയുടെ വ്യത്യാസം അനുസരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിന് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവാനും മതി. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന ആ ഒരു രൂപത്തിൽ വാട്ടിയെടുക്കാം. നല്ലപോലെ വാടി കിട്ടിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ പൊടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പൊടി അല്പം ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രൂപത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയും ചെയ്യാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും അല്പം വലിയ ഉരുളകളായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം കനത്തിലൊക്കെ തന്നെയാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വലിയ ഉരുളകളായിട്ട് തന്നെ ഒന്ന് എടുത്തിട്ടാണ് പരത്തിയെടുക്കേണ്ടതും. അപ്പോൾ ഞാനിത് പരത്തിയെടുക്കുന്നത് പ്രസ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ പ്രസ്സിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്തോണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ എളുപ്പത്തിനും വേണ്ടിയിട്ട് പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ അടുപ്പിൽ അല്പം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ അടുപ്പിൽ ഒട്ടി പിടിക്കൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കട്ടിയിലൊക്കെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുകയും വേണം. അല്ലെങ്കിൽ നമ്മളിത് ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ചുരുണ്ട് പോവുകയുള്ളൂ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം പരത്തിയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഈ ഒരു കട്ടിക്കൊന്നും പരത്തിയെടുക്കാതെ അത്യാവശ്യം കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാൻ നോക്കട്ടോ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഓയിൽ അടുപ്പിലേക്ക് വെച്ച് ഓയിലൊക്കെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നല്ല പോലെ തന്നെ ചൂടായി വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല പോലെ തന്നെ പൊങ്ങിയിട്ടൊക്കെ ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല പോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നും തന്നെ ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. നല്ല പോലെ പൊങ്ങി വന്നതിന് ശേഷം കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും ഒരേപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടും കുറഞ്ഞ സമയം കൊണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മക്കൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. കണ്ടില്ലേ, ഇതെല്ലാം തന്നെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ അരിപ്പൊടി വെച്ചിട്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമെന്നൊക്കെ പലർക്കും തോന്നുന്നുണ്ടാവും. അപ്പോൾ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള പലഹാരം തന്നെ നമുക്ക് 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്ത് ലാസ്റ്റ് ബാച്ചിൽ നമുക്ക് അല്പം കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഈ പലഹാരത്തിന് മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണവും രുചിയും ഒക്കെ കൂടുതലായിട്ടുണ്ടാവും കേട്ടോ ഈ കറിവേപ്പിലേൻ്റെയും വറ്റൽമുളകിൻ്റെയും ഒക്കെ. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പലഹാരം ഒത്തിരി സ്പൈസി ആക്കിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടും കഴിക്കാം കേട്ടോ. എങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ടേസ്റ്റിയാണ്. അതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്, കൂടുതൽ മെനക്കേടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും കോരിച്ചൊരിയുന്ന മഴയത്ത് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഒരു കൊട്ട നിറയെ തന്നെ പലഹാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പലഹാരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ പലഹാരത്തിൻ്റെ ക്രിസ്പിനെസ്സും പിന്നെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതും കഴിക്കാനാണെങ്കിൽ ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ. അസ്സലാമു അലൈക്കും.